ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 19. അക്കാലത്ത് യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പസിന്റെ ഭാര്യ മറിയവും മഗ്ദലനയും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം യേശു ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അനന്തരം എല്ലാം നിറവേറി കഴിഞ്ഞുവെന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകുന്നതിന് വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹീസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് യേശുവിന്റെ ചുണ്ടോട് അടുപ്പിച്ചു. യേശു വിനഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അത് സാബത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാൻ പാടില്ല എന്നും അവരുടെ കാലുകൾ തകർക്കണമെന്നും അവരെ നീക്കം ചെയ്യണമെന്നും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടി കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കണ്ടതിനാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ തിരുസഭയുടെ അമ്മയെ ധ്യാനിക്കാം. ഭൂമിയിൽ ഓരോ ഭവനത്തിലും ഒരമ്മയുണ്ട്. ആ അമ്മ ഭവനത്തിന്റെ കൃപാവരമാണ്, ഭവനത്തിന്റെ വിളക്കാണ്. അമ്മ നഷ്ടപ്പെട്ടു പോയ ഭവനം വിളക്കണഞ്ഞുപോയ ഭവനമാണ്. ആഗോള തിരുസഭയ്ക്ക് ഒരമ്മയുണ്ട്. കാൽവരിമലയുടെ പെരുമാറിൽ നമ്മുടെ രക്ഷകനും നാഥനുമായ യേശു പിടഞ്ഞു മരിക്കുമ്പോൾ ആ സങ്കട കടലിൽ നിന്നുകൊണ്ട് തൻ്റെ ശിഷ്യനെ ഏൽപ്പിച്ച ഒരമ്മ. നമ്മളെല്ലാവരും യേശുവിൻ്റെ ശിഷ്യന്മാരാണെങ്കിൽ ഈ അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. ഭവനത്തിൽ അമ്മയുടെ സാന്നിധ്യം സ്നേഹത്തിന്റെ അടയാളമാണ്, ഒപ്പം സഹനത്തിൻ്റെയും. പരിശുദ്ധ അമ്മ ഏറെ സഹിച്ച, ഏറെ സ്നേഹിച്ച വ്യക്തിയാണ്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ആത്മശരീരങ്ങളോടെ ദൈവ തിരുഹിതത്തിന് സമർപ്പിച്ച നിമിഷം മുതൽ കാൽവരിമലയുടെ പെരുമാറിൽ സ്വപുത്രന്റെ ത്യാഗപൂർണമായ പീഡാസഹനം കണ്ടു നിൽക്കെ ആ അമ്മയുടെ സഹനത്തിന്റെ നൊമ്പരത്തിന്റെ വഴികൾ നാം കാണുന്നു. തിരുസഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ അമ്മ രക്ഷകന്റെ അമ്മയാണ്. ഈ അമ്മയെ ജീവിതത്തിന്റെ മാതൃകയും പ്രചോദനമായി സ്വീകരിക്കുവാൻ സഭ നമുക്ക് നൽകിയിരിക്കുന്നു. സത്യത്തിൽ തിരുസഭ ഏറെ പ്രതിസന്ധികളിലൂടെ, ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒന്നാണ്. സഭയുടെ ചരിത്രം നോക്കുമ്പോൾ ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ പീഡാസഹനത്തിന്റെ കാലഘട്ടമായിരുന്നു. ക്രിസ്തുവിന്റെ പേര് പറയുന്ന മാത്രയിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട ഒരു വിശ്വാസ സമൂഹമായിരുന്നു സഭയുടെ ആദ്യ കാല അനുഭവം. എന്നാൽ ഇത്രയേറെ പീഡിപ്പിക്കപ്പെട്ടിട്ടും ഇത്രയേറെ സഹനങ്ങൾ സഭയുടെ മക്കൾക്കുണ്ടായിട്ടും സഭ തകർന്നു പോയില്ല. ഇന്നും ഭൂമിയിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വിശ്വാസ സമൂഹം അത് തിരുസഭയാണ്. കാരണം എന്തെന്നോ, ഏതൊരു പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ ബലം നൽകിയ ഒരമ്മയുടെ മഹത്തായ സാന്നിധ്യം
ഈ സഭയെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. നമ്മുടെ ഭവനത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ, തർക്കങ്ങളോ അസ്വസ്ഥതയോ വന്നാൽ നാം ഓടിച്ചെല്ലുന്നത് അമ്മയ്ക്കരികിലാണ്. അമ്മയ്ക്കരികിൽ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഈ ഭൂമിയിൽ ആർക്കുമില്ല എന്നാണ് പറയുക. സത്യവുമാണ്. നാം എല്ലാം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് അമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മടിത്തട്ടിൽ ഒന്ന് തലചായ്ച്ച് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ നമുക്കുള്ളൂ. തിരുസഭയിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പീഡനങ്ങളും ഏറെ ഉണ്ടായപ്പോഴും അവിടെ ആശ്വാസത്തിന്റെ തണലും സാന്ത്വനത്തിന്റെ സാമീപ്യവുമായി ഒരു അമ്മയുണ്ടായിരുന്നു. പെന്തക്കോസ്താ ദിനം പരിശുദ്ധ അമ്മയ്ക്ക് അരികിലിരുന്ന് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചപ്പോഴാണ് സ്വർഗം തുറക്കപ്പെട്ടതും തീനാളമായി പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എഴുന്നള്ളി വന്നതും. ആത്മാവിനെ സ്വീകരിച്ച് ആത്മാവിന്റെ പ്രചോദനങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം നയിക്കുവാൻ അവർക്ക് ബലം കിട്ടിയത് അമ്മയ്ക്ക് അരികിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ്. ആ നിമിഷം വരെ ഭയന്നിരുന്ന ശിഷ്യന്മാർ ധൈര്യശാലികളായി ധീരതയോടുകൂടി അവർ ആരെ ഭയപ്പെട്ടുവോ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നിങ്ങൾ ക്രൂശിച്ച മിശിഹായെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു എന്ന് പറയുവാനുള്ള ബലവും ജീവൻ ഹോമിച്ചും സാക്ഷ്യം നൽകുവാനുള്ള ശക്തിയും അവർ സ്വന്തമാക്കിയത് ഈ ആത്മാവിന്റെ ചൈതന്യം സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ്. പരിശുദ്ധ മറിയം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളാണ്. മംഗളവാർത്ത സമയത്ത് സ്വർഗത്തിലെ ദൂതൻ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കുവാൻ പോകുന്നവൻ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അതെ, ദൈവപുത്രന് ജന്മം നൽകിയ പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. ഈ അമ്മയെ സ്നേഹത്തോടെ ജീവിത മാതൃകയായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹത്തിന്റെ ആത്മീയ കൃപയാൽ നിറയും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹത്തിന്റെ അനുഭവമായി മാറുന്നു. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ഈ അമ്മയുടെ കരം പിടിച്ച് ക്രിസ്തുവിനെ നോക്കി യാത്ര ചെയ്യുവാൻ, അങ്ങനെ നിത്യസ്വർഗം സ്വന്തമാക്കാൻ നമുക്കും പരിശ്രമിക്കാം. ഇന്ന് ആഗോള തിരുസഭയുടെ മാതാവായ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ഒരു അമ്മയുണ്ട് എന്ന് അഭിമാനപൂർവ്വം ഏറ്റുപറയുവാനും ഈ അമ്മയുടെ മടിത്തട്ടിൽ നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളെ, വേദനകളെ, നൊമ്പരങ്ങളെ ഇറക്കി വെക്കുമ്പോൾ ആശ്വാസവും സാന്ത്വനവും ലഭ്യമാകും എന്ന പ്രതീക്ഷയോടെ ജീവിതയാത്ര തുടരാം. പരിശുദ്ധ അമ്മയെ പോലെ ദൈവതിരുഹിതത്തിനു മുമ്പിൽ വിധേയരാകുവാനും വിശ്വസ്തരായി ജീവിക്കുവാനും പൂർണ്ണ സമർപ്പണം ചെയ്തുകൊണ്ട് സ്വർഗം ലക്ഷ്യമാക്കി ജീവിതയാത്ര തുടരാനും പരിശുദ്ധ അമ്മ മക്കളായി നമുക്ക് അനുഗ്രഹവും കൃപയും ചൊരിയട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമാ ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ